മണ്ണും മനസ്സും തൊട്ടീ നാടിൻ സർഗപ്രതിഭകൾ അക്ഷരം ഭാവസുന്ദരം ചിത്രകം സ്വപ്നചാരുവാം ഭാവനാലോകവും മർത്യഭാഷ തൻ മഹിതമാം ചരിതവും ഹൃത്തിലെഴുതുന്ന പ്രതിഭാപ്രഭാവം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം സർഗപുഷ്പസുഗന്ധത്താൽ നിറയും കാവ്യസൗഹൃദം. നമസ്കാരം. സർഗപുഷ്പങ്ങളുടെ സുഗന്ധം നിറയുന്ന സൗഹൃദവേദി കാവ്യസൗഹൃദം. കാവ്യസൗഹൃദത്തിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും സ്നേഹത്തിന്റെ തിരുവോണാശംസകൾ. കാവ്യസൗഹൃദത്തിൽ ഇന്ന് നമ്മുടെ അതിഥി പ്രശസ്ത ചിത്രകാരനും കവിയും നോവലിസ്റ്റും പ്രഭാഷകനുമായ ഡോക്ടർ സോമൻ കടലൂരാണ്. സോമൻ കടലൂരിനോടൊപ്പം അല്പനേരം കാവ്യസൗഹൃദത്തിൽ നമുക്ക് സല്ലപിക്കാം. കാവ്യസൗഹൃദ വേദിയിലേക്ക് ഡോക്ടർ സോമൻ കടലൂരിന് സ്നേഹസ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. തീരത്തലതല്ലുന്ന തിരയിലാണ് കടൽ സംഗീതമൊളിപ്പിക്കുന്നത്. തിരയെ കൂടാതൊരു കടൽ ഗീതം ഉയരുവതെങ്ങനെ? എറിനുപ്പുകാറ്റിൻ്റെ ചിറകിലേറി അന്തരീക്ഷത്തെ നാദാദ്രമാക്കുന്ന കടലിൻ്റെയും കരയുടെയും യുഗ്മഗാനം പോലെയാണ് സോമൻ കടലൂരിൻ്റെ വരയും വരികളും. വരയുടെ അതിരിൽ കവിതയും കവിതയുടെ നിറവിൽ ചിത്രവും വിരിയുന്ന ലയഭംഗിയാണ് കടലൂർ എഴുത്തുകൾ. എഴുത്തിൻ്റെയും വരയുടെയും വ്യത്യസ്ത തലങ്ങൾ തേടുന്ന വന്യയാത്രയാണ് സോമൻ കടലൂരിൻ്റേത്. ലിഖിത നിയമങ്ങൾ അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയ്ക്ക് ഒരിക്കലും തടസ്സമാകാറില്ല. പല വഴികൾ സ്വയം തേടി അലയുന്ന അരുവി പോലെയാണത്. ചിലപ്പോൾ മെലിഞ്ഞും ചിലപ്പോൾ നിറഞ്ഞും ഒഴുകിക്കൊണ്ടിരിക്കുകയാണത്. പരത്തിയെഴുത്തിനേക്കാൾ കുറുങ്കവിതകളിൽ പരപ്പ് കാട്ടുന്ന വാക്കുകളും സങ്കീർണ വർണ്ണവിന്യാസത്തേക്കാൾ കുറുവരകളിൽ ആശയപ്രപഞ്ചമൊരുക്കുകയും ചെയ്യുന്ന ചിത്രരചനാ രീതിയും മലയാള കലാസാഹിത്യരംഗത്ത് തന്നെ അപൂർവമാണ്. ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളുടെ വർണ്ണച്ചാർത്തിൽ അറിയാതെ കടന്നുവരുന്നവയാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിലെ വർണ്ണചിത്രങ്ങൾ. ഗൃഹാതുരതയേക്കാൾ ചിന്താലോകത്തിൻ്റെ വേര് അവിടെ ആഴ്ന്നു കിടപ്പുണ്ട്. പുതിയ പാഠപുസ്തകങ്ങളിൽ സോമൻ കടലൂർ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ പുതിയ തലമുറയിലെ കുട്ടികളുടെ ചിന്തയിൽ ഗ്രാമ്യതയുടെ കുളിർ പടർത്തുകയും വരുംകാലത്തിൻ്റെ കാലുഷ്യത്തിൽ മനസ്സിൽ നന്മയുടെ വർണ്ണം പരത്തുകയും ചെയ്യും. ഈ കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രമേൽ ഹൃദ്യമാണവ. കടലനുഭവത്തിൻ്റെ ജൈവപാഠത്തെയും വൈകാരികതയെയും പുള്ളിയൻ എന്ന കടൽ തിരണ്ടിയുടെയും അതിന് വേട്ടയാടാൻ ഒരുങ്ങുന്ന ചിരുകണ്ഠൻ്റെ ജീവിതത്തിലൂടെയും ആവിഷ്കരിച്ച പുള്ളിയൻ എന്ന നോവൽ കടലൂരിൻ്റെ അസാധാരണമായ ജീവിത വീക്ഷണത്തിൻ്റെ അനാവരണമാണ്. വായനയ്ക്ക് ശേഷവും തിരണ്ടിവാലിൻ്റെ പ്രഹരം വായനക്കാരന് അനുഭവിക്കാവുന്ന പുള്ളിയൻ മലയാള നോവലിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടൽ നോവൽ തന്നെയാണ്. ഫോക്ക് ഗവേഷകൻ, കവി, ചിത്രകാരൻ, നോവലിസ്റ്റ്, പ്രഭാഷകൻ, മികച്ച അധ്യാപകൻ, ചിത്രകലാ ഗവേഷകൻ തുടങ്ങി വ്യത്യസ്ത സർഗ പ്രക്രിയകളിൽ വിശ്രമമില്ലാതെ സോമൻ കടലൂർ പ്രവർത്തിക്കുന്നു. വർത്തമാനകാലത്തോട് നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന കടലൂർ എന്തിനെഴുതുന്നു എന്ന് ചോദിച്ചാൽ സ്വയം പെയ്തൊഴിയാൻ എന്ന് അദ്ദേഹത്തിന് ഉത്തരമുണ്ടാകാം. എന്താണ് മിന്നൽ പോലെ കോപിക്കുന്നത്, ഇടിവെട്ട് പോലെ കയർക്കുന്നത്, കൊടുങ്കാറ്റ് പോലെ കലികൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ നീ ചൊടിക്കുന്നു. ഉള്ളിലൊരു തേങ്ങൽ എന്താണ് എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് പെയ്തൊഴിയാമായിരുന്നു. ഇങ്ങനെ എഴുതിയ സോമൻ കടലൂരിനോട് നമുക്ക് ചോദിക്കാം, പ്രിയപ്പെട്ട സോമൻ മാഷേ, എന്താണ് ഉള്ളിലൊരു തേങ്ങൽ? അതെ, വരയുടെ വഴികളിൽ പൊരുളിൻ്റെ പെരുമകൾ ചാലിച്ചു തുടങ്ങിയതാണ് സോമൻ കടലൂരിൻ്റെ കല. കടൽ തൻ്റെ ഊരു മാത്രമല്ല ഉയിരു തന്നെയാണെന്ന് വിളിച്ചറിയിക്കുന്ന രചനകളിലൂടെ വരയും വരിയും ഒന്നായി അലിയുന്ന മാന്ത്രികതയാണ് ഇവിടെ ആസ്വാദകന് അനുഭവപ്പെടുന്നത്. കുറുങ്കവിതകൾ കൊണ്ട് നവമാധ്യമ ലോകത്തിനും സംവേദനക്ഷമമാകുന്നു മാഷിൻ്റെ എഴുത്ത്. തൻ്റെയും തൻ്റെ കാലത്തിൻ്റെയും കവിതകൾ ഓർമ്മിച്ചു ചൊല്ലി പ്രഭാഷണത്തിൽ മുമ്പാരും പരീക്ഷിച്ചിട്ടില്ലാത്ത വഴിയിലും ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന സോമൻ കടലൂരിൻ്റെ കലാവഴികളിലൂടെ, എഴുത്തുവഴികളിലൂടെ അല്പനേരം ഒരു ഓണ സൗഹൃദ സല്ലാപം. തിരുവോണമാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ അല്പനേരം നമുക്ക് ചില കവിത, കഥ, മറ്റ് സാഹിത്യവിശേഷങ്ങളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കാം. തീർച്ചയായും. ഈ ഓണം എങ്ങനെയാണ്? ഈ ഓണം എല്ലാ വർഷത്തെ ഓണവും പോലെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും വലിയ കൂട്ടായ്മയുടെയും
ആഘോഷമായി ഈ ഓണവും എല്ലാ മലയാളികളെ പോലെ എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ നിർഭരമായ ഒരു അനുഭവത്തെ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ്. ഈ ഓണക്കാലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കവിയായ, ചിത്രകാരനായ, പ്രഭാഷകനായ സോമൻ കടലൂർ ഒരു നോവലിസ്റ്റായ ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. ആദ്യ നോവൽ പുറത്തിറങ്ങി ഒരു വർഷം ആവുന്നത്രേ. അതെ അതെ അതെ, തീർച്ചയായിട്ടും ആ നോവലിനെ പറ്റിയും ചില കാര്യങ്ങൾ നമുക്ക് പറയണം. അതെ അതെ. ഈ നോവല് പുള്ളിയൻ എന്നാണ് നോവലിന്റെ പേര്. DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ 5ാം പതിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കടലിനെ കുറിച്ചുള്ള നോവലാണ്, ആഴക്കടലിനെ കുറിച്ചുള്ള നോവലാണ്. ഒരു തിരണ്ടി വേട്ടക്കാരൻ വലിയ കൂറ്റൻ തിരണ്ടിയെ കീഴടക്കുന്നതിൻ്റെ അനുഭവമാണ്. രാത്രി 7 മണിക്ക് പോവുകയും പിറ്റേന്ന് 7 മണിക്ക് വരികയും അങ്ങനെ 12 മണിക്കൂർ ദിവസവും ആഴക്കടലിൽ ഒറ്റ തോണിയിൽ കഴിച്ചു കൂട്ടിയ ചിരുകണ്ഠൻ എന്ന കഥാപാത്രം 60 വർഷക്കാലം. പക്ഷെ ഒരുപക്ഷെ മലയാളത്തിൽ ഈ കടൽ നോവലുകളൊന്നും അധികം വന്നിട്ടില്ല. ചെമ്മീനാണ് നമ്മൾ എടുത്തു പറയാറുള്ള ഒരു നോവൽ. പക്ഷെ അത് കടൽ തീരത്തിന്റെ, കടലോരത്തിന്റെ പ്രശ്നങ്ങളും ആർത്തത്തെ വിശ്വാസങ്ങളും ഒക്കെയാണ് പറയുന്നത്. മുഴുവനും കടലനുഭവങ്ങൾ തന്നെ പങ്കുവെക്കുന്ന ഒരു നോവൽ മലയാളത്തിൽ തന്നെ ആദ്യമാണ്. അപ്പൊ ആ ഒരു പ്രത്യേകത കൂടി ഈ നോവലിനുണ്ട്. കടലിലെ ഈ ഉള്ള ദിവസങ്ങളിലുള്ള യാത്ര, പിന്നെ കടൽ മത്സ്യങ്ങളെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ, അതിന്റെ രുചികളെ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ കടൽ തീരവുമായി ബന്ധപ്പെട്ട ചില മിത്തുകള്, മനുഷ്യര്, അങ്ങനെ ഒരുപാട് കടൽ മത്സ്യങ്ങളെ പറ്റി തന്നെ ഒരു വലിയ ഒരു പ്രബന്ധം തന്നെ അതിനെ പറ്റി എഴുതാം. അതന്നെ. അപ്പൊ അത് മലയാളത്തിലെ കടൽ തീരം മാത്രമാണ് മലയാള നോവലിൽ വന്നിട്ടുള്ളൂ. എന്നാൽ ആഴക്കടലിന്റെ അനുഭവരാശിയെ എത്ര തരം തിരയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 തരം തിരയുണ്ട് എന്നാണ് സാധാരണകൾ പറയാറുള്ളത്. പക്ഷെ 32 തരം തിരകളുണ്ട്. കടലിൽ സവിശേഷമായ കാലാവസ്ഥകളുണ്ട്, സവിശേഷമായ മഞ്ഞുകളുണ്ട്, സവിശേഷമായ മഴയുണ്ട്. അവ രാത്രിയിലെ കടലുകളുണ്ട്. എങ്ങനെ കടല് മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും, ഒരു പ്രകൃതി വിഭവം എന്നുള്ള രീതിയിൽ, പ്രകൃതി പ്രതിഭാസം എന്നുള്ള രീതിയിൽ മനുഷ്യനെ അഗാധമായി സ്വാധീനിക്കുന്ന ഒന്നാണ്. അതിനെ ഭാഷ കൊണ്ട് വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഈ നോവലിനെ ആസ്വാദകരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടൽ നോവൽ. എങ്ങനെയാണ് ഈ പുള്ളിയനിൽ എത്തിയത്? അല്ലെങ്കിൽ ആദ്യത്തെ നോവൽ കടൽ അനുഭവങ്ങളാവണം, അല്ലെങ്കിൽ ഇങ്ങനെ കടലുമായി ബന്ധപ്പെട്ട ഒരു കൃതി ആവണമെന്ന് അങ്ങ് തീരുമാനിക്കാൻ കാരണം? അത് ഈ നോവല് ആത്മകഥാപരമായിട്ടുള്ള ഒരു സ്പർശമുള്ള ഒരു നോവലാണ്. അപ്പൊ അത് ഞാൻ കടലോരത്താണ് ജനിച്ചത്, കടലോരത്തെ സ്കൂളിലാണ് പഠിച്ചത്. കടലിൽ കുളിക്കലും കടലോരത്ത് കളിക്കുകയും ഒക്കെ ചെയ്ത ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു. അപ്പോൾ 15 വർഷക്കാലം ഞാൻ ഈ കടൽ വിജ്ഞാനം, കടൽ കാലാവസ്ഥകൾ, കടൽ നാടോടി വിജ്ഞാനം, കടലിൻ്റെ പഴയ കാലത്തുള്ള മത്സ്യബന്ധന രീതികൾ, ഇതൊക്കെ ശേഖരിച്ചു. ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട, തീരം തേടിയെത്തുന്ന തിരണ്ടികൾ, അതുപോലെ തന്നെ മത്തിയുടെ പുരാവൃത്തം, അങ്ങനെ ആഴക്കടൽ മത്സ്യബന്ധനത്തെ കുറിച്ചുള്ള ധാരാളം ഈ ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പിനൊടുവിലാണ് ഞാൻ ഈ കാട്ടിൽ വളപ്പിൽ വേണുകെട്ടൻ എന്ന് പറയുന്ന ഈ നോവലിലെ നായകനായ ചിരുകണ്ഠനെ കണ്ടെത്തുന്നത്. ആ ചിരുകണ്ഠനിലൂടെയാണ് കടലിന്റെ മുഴുവൻ സമ്പൂർണമായ ഒരു ആവിഷ്കാരം സാധ്യമാക്കിയിട്ടുള്ളത്. ഇപ്പൊ പ്രത്യേകിച്ച് ഏറ്റവും അധികം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോവലുകളിലൊന്നാണ്. അതെ. അംഗീകാരങ്ങളും അതിലൂടെ അങ്ങേ തേടിയെത്തിക്കൊണ്ടിരിക്കുക. അതെ. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ശ്രദ്ധിക്കപ്പെടാനും അംഗീകാരങ്ങൾ നേടിയെടുക്കാനും ഈ നോവലിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പുതിയ നോവൽ വല്ലതും ആലോചനയിലുണ്ട്? പുതിയ നോവൽ സംരംഭങ്ങൾ ഉണ്ട്. പക്ഷേ ഞാനൊരു +2 അധ്യാപകനായതുകൊണ്ട് ഈ നമുക്ക് ആകെ കിട്ടുന്ന ശനിയും ഞായറാഴ്ച മാത്രമാണ്. അതെന്തെങ്കിലും ഇതുപോലത്തെ സാംസ്കാരിക പരിപാടികൾക്കോ പ്രഭാഷണങ്ങൾക്കോ പോകുന്നത് കൊണ്ട് ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ എന്ന് പറയുന്നത് ഒരു കഥാനായകന്റെ, ഒരു കഥാപാത്രത്തിന്റെ ജീവിതാവസാനം വരെ വലിയ വ്യാപ്തിയിൽ, വലിയ ക്യാൻവാസിൽ എഴുതേണ്ടതാണ്. അപ്പൊ നല്ല പണിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എഴുത്തിലേക്ക് എത്താത്ത നമ്മുടെ ഒരു കഥ മനസ്സിലുണ്ട്. അത് അധികം വൈകാതെ അടുത്ത ഓണക്കാലമാകുമ്പോഴേക്കെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും വായനക്കാരിലേക്ക് അത് എത്തും, ഭാഷയിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ കവിതയിൽ, മലയാള കവിതയിൽ പുതുകവിതകൾക്ക് ഒരു പുതിയ വ്യാകരണം ഉണ്ടാക്കിയ കവികളിൽ ഒരാളാണ് അങ്ങ്. പ്രത്യേകിച്ചിട്ട് പുതുകവികളെ ഇവിടെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന, അവർക്ക് വേണ്ടി എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം. എന്താണ് ഈ പുതുകവിതയെ പറ്റിയും അങ്ങയുടെ പുതുകവിതയിലെ ഈ ചെറിയ ഹൈക്കു മാതൃകയിലുള്ള കവിതകളെ പറ്റിയും പറയാനുള്ളത്? മലയാളത്തിലെ പുതിയ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90കൾക്ക് ശേഷം വലിയ മാറ്റമാണ് മലയാള കവിതയിൽ വന്നത്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട അത് ഭാഷയിലും പ്രമേയത്തിലും ആഖ്യാനത്തിലും ഒക്കെ വലിയ മാറ്റമാണ്.
ഇപ്പോ വളരെ ചെറിയ കവിതകളാണ് കൂടുതലായിട്ട് വരുന്നത്, വളരെ ചെറിയ കവിതകൾ. ഇപ്പൊ ബീരാൻകുട്ടി മാഷയെ കവിതയുണ്ട്, ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു ഇലകൾ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. അതിൽ പരിസ്ഥിതിയുണ്ട്, അതിൽ പ്രണയമുണ്ട്, അതിൽ സൗഹാർദ്ദമുണ്ട്. അത് പഴയ വൃത്തങ്ങളോ അലങ്കാരങ്ങളോ അതിന്റെ കെട്ടുപാടുകളോ ഒന്നുമില്ലാതെ വളരെ സ്വച്ഛന്തമായ സ്വതന്ത്രമായ ഒരു ആഖ്യാന പദ്ധതിയിലൂടെയാണ് ഇന്ന് മലയാള കവിത സ്ഥിതി. ഒരു കവിയല്ല ഇപ്പൊ മലയാളത്തിൽ കവിത എഴുതുന്നത്, ഒരു കവികളുടെ ഒരു വലിയ സംഘകാലം ആരംഭിച്ചിരിക്കുകയാണ്. എൻ പ്രഭാകരൻ അതിനെക്കുറിച്ച് പറഞ്ഞത് 1000 കാന്താരി പൂത്തിറങ്ങിയതുപോലെയാണ്. നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം പോലെ എവിടെയല്ലോ ഇരുന്ന് കവികൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് പ്രിന്റ് മീഡിയയിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പ്. അങ്ങയുടെ കവിതകൾ തന്നെ ഒരുപക്ഷെ പ്രിന്റായിട്ട് വന്ന പുസ്തകത്തെക്കാളും വായിക്കപ്പെട്ടിട്ടുണ്ടാവില്ലേ സോഷ്യൽ മീഡിയയിലൂടെ. അത് നമുക്കറിയില്ല, അത് അത്രയും പ്രചരിക്കത്. ആ കവിതയ്ക്ക് ജീവൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ആസ്വാദകൻ താൻ പറയാൻ വിചാരിച്ച കാര്യം തന്നേക്കാൾ നന്നായിട്ട് മറ്റൊരാൾ പറയുമ്പോൾ അത് കവിതയാണെന്ന് പോലും തോന്നാതെ അയാൾ ഷെയർ ചെയ്യാണ്, അയാൾ പ്രചരിപ്പിക്കുകയാണ്, അയാൾ അതിന്റെ പതാക വാഹകനായി തീരുകയാണ്. അങ്ങനെ പുതിയ മലയാള കവിത എന്ന് പറയുന്നത് സാധാരണ കാരന്റെ ഹൃദയവികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ആർക്കും വായിക്കാവുന്ന, മുൻകാലത്ത് കാവ്യ അനുശീലനമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വായിക്കാവുന്ന തരത്തിൽ എന്താണ് അത് സുതാര്യതയും സരളതയും മനോഹാരിതയും ഒക്കെയുള്ള, എന്നാൽ എന്താ പറയാ ഏറ്റവും പുതിയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള ചെറുപ്പക്കാരാണ് കൂടുതൽ ഇത്തരം കവിതകൾ ഏറ്റെടുക്കുന്നത്. ധാരാളം ചെറുപ്പക്കാർ. ക്യാമ്പസ് ഒക്കെ എന്ന് വെച്ചാല് പഴയ പാട്ട് കവിതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള ചെറിയ വരികള്, കുഞ്ഞു വരികള്, അവരുടെ വൈകാരിക വിശുദ്ധ പ്രകടിപ്പിക്കുന്ന പ്രണയാത്മകമായ കവിതകൾ, രാഷ്ട്രീയ ബോധം തുളുമ്പുന്ന കവിതകൾ, ഈ കവിതകളൊക്കെ ഇങ്ങനെ എന്താ പറയാ പ്രിന്റ് മീഡിയക്ക് അപ്പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായിട്ട്, കാരണം അതിനൊക്കെ ജീവനുള്ളത് കൊണ്ടാണ് അതങ്ങനെ പ്രചരിക്കുന്നത്. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ എന്ന അങ്ങയുടെ പ്രസിദ്ധമായ കവിത വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ്. ഒരുപാട് പേര് അത് വായിക്കുകയും ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തതാണ്. നമുക്ക് അങ്ങയുടെ ചില കവിതകൾ കേൾക്കാം. ഈ നീ മരിച്ചാൽ എന്ന് പറഞ്ഞ കവിത തന്നെയാണ്. നീ മരിച്ചാൽ എന്ന് പറഞ്ഞ കവിത എങ്ങനെയാണ്? നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞാൽ തന്നെ ദൂരെ ദൂരെയുള്ള നിന്റെ വീട്ടിൽ എത്തണമെന്നില്ല, എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല, ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല, കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. വളരെ വൈകാരികതയുള്ള, വളരെ എന്താ പറയാ ആളുകൾ ഏറ്റെടുത്ത, ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ട, ഒരുപാട് അർത്ഥതലങ്ങളുള്ള പല രീതിയിൽ അത് സൗഹൃദമായിട്ട് വായിക്കാം, പ്രണയമായിട്ടും സൗഹൃദമായിട്ടില്ലാത്ത പ്രണയമായിട്ട് വായിക്കാം. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ള ഏതെങ്കിലും ഒരു മഹാനോടുള്ള ബഹുമാനമായിട്ട്. കാരണം ഒരു മനുഷ്യൻ മറ്റേയാളും കൂടി മരിച്ചാലാണ് അയാൾ കൂടി മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഓർമ്മകളിൽ ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാലും ഓർമ്മകളിൽ ഒരാൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ മരിക്കുന്നേ ഇല്ല എന്നുള്ള വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു സന്ദേശമാണ് ആ കവിത മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു കവിത 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീയെത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീയെത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ. കാരണം മരിച്ചു കിടക്കുന്ന സമയത്ത് ഫ്ലക്സ് വെച്ചിട്ടോ കോടി പതിപ്പിച്ചിട്ടോ റീത്ത് വെച്ചിട്ടോ ഒരു കാര്യമില്ല, ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് ഒരു പരിഗണന കൊടുക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു കവിതയാണ് അത്. അതുപോലെ വളരെയേറെ വിവാദമായി അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട അഭാവം എന്ന കവിത. അതെ 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 അത് ചെറുപ്പക്കാരെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ കവിത പിന്നെ വന്നിട്ടുള്ളത്. വളരെയധികം ഷെയർ ചെയ്യപ്പെട്ട, വളരെയധികം പങ്കുവയ്ക്കപ്പെട്ട ഒരു കവിതയാണ് അഭാവം. നാട്ടിലില്ല, വീട്ടിലില്ല, റോട്ടിലില്ല, നാലാൾ കൂടുന്നിടത്ത് നിലവിലില്ല, അച്ഛനോടൊപ്പം വയലിലില്ല, അമ്മയോടൊപ്പം ആശുപത്രിയില്ല, മരണ വീടിന്റെ മഹാമൗനത്തിലില്ല, കല്യാണ വീട്ടിൽ മഹനീയ സാന്നിധ്യമില്ല, പാർട്ടിയിലില്ല, ജാഥയില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, വായനശാലയുടെ പരിസരത്ത് പൊടി പോലുമില്ല. പ്രിയപ്പെട്ട യുവാവേ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നിന്നെ കാണാൻ കൊതിയാവുന്നു, സത്യമായും ഐ മിസ് യൂടാ. ചെറുപ്പക്കാരെ കുറിച്ചുള്ള ഒരു കവിതയാണ്. പക്ഷെ എല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെയാണെന്നല്ല. പ്രളയകാലത്തൊക്കെ ചെറുപ്പക്കാര് നമ്മള് പട്ടാളക്കാരെ പോലെ ചെറുപ്പക്കാർ വളരെ സജീവമായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ അഡിക്ഷൻ ഒക്കെ വന്ന് ജീവിതം തുടിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ചെറുപ്പക്കാരെ കുറിച്ചുള്ള ഒരു കവിതയാണ്. അത് വന്നിട്ട് ഏതാണ്ട് 15 വർഷമായി. പക്ഷെ ഇപ്പോഴും എന്താണ് ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മിടുക്കൻ മിടുക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം, നമ്മുടെ ജനകീയമായ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ വിദ്യാലയം നമ്മുടെ മാതൃഭാഷ വിദ്യാലയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. അത് പോയി പോകുന്ന സമയത്ത് ഈ ഒരു ആദ്യ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന കവിതയാണ്. നിന്റെ മകൻ സെന്റ് തോമ ഇംഗ്ലീഷ് മീഡിയത്തിൽ, എന്റെ മകൾ വിവേകാനന്ദ വിദ്യാഭവനിൽ, അവന്റെ മകളും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ,
ഒരേ ബെഞ്ചിലിരുന്ന് ഒരേ പാഠപുസ്തകം പങ്കിട്ട് ഒരു വിശപ്പ് വായിച്ച് നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ സ്കൂൾ ഇപ്പോഴും ഉണ്ട്. പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാരെ പോലെ പരമദരിദ്രരായ സാധാരണക്കാരായ ആളുകളുടെ മക്കൾ പഠിക്കുന്ന അവിടെ വിദ്യാലയം, അതിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ആ വിദ്യാലയം ഉണ്ട്. അപ്പോ വാളും കുരിശും ശൂലവുമായി നമ്മുടെ മക്കൾ തെരുവിൽ കല്ലുതുള്ളുമ്പോൾ നടുക്ക് വീണ് തടുക്കാൻ ഇവരെങ്കിലും മിടുക്കരാവട്ടെ, സാധാരണ സ്കൂൾ കുഞ്ഞുങ്ങളെങ്കിലും മിടുക്കരാവട്ടെ എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഒരു മാനിഫെസ്റ്റോ ആയിട്ട് മാറിയിരിക്കുന്ന സർഗാത്മകതയുടെ ഒരു അടയാളമാണ് വാസ്തവത്തിൽ മിടുക്കർ എന്ന് പറയുന്ന കവിത. പല ആളുകൾ അങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. ഈ കവിതകളെ അല്ലെങ്കിൽ ഈ പുതു കവിതകളെ നമ്മുടെ വ്യവസ്ഥാപിതമായ കാവ്യലോകം അംഗീകരിച്ചു എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? വ്യവസ്ഥാപിതമായ കാവ്യലോകം ഒരു കാലത്ത് അംഗീകരിക്കൂല. എന്താ കാര്യം വെച്ചാൽ മലയാള കവിതയുടെ വലിയ പാരമ്പര്യമുണ്ട്. അത് വൃത്ത അലങ്കാരം. കാരണം നമുക്ക് മഹാകാവ്യങ്ങളുണ്ട്, ഖണ്ഡകാവ്യങ്ങളുണ്ട്, നീണ്ട കവിതകളുണ്ട്, കുറെ കൂടി നീണ്ട കവിതകളുണ്ട്, ഇങ്ങനെ പല പല ധാരകളുണ്ട്. പക്ഷെ ആ മലയാള കവിതയുടെ മഹാവൃക്ഷത്തിന്റെ ഇങ്ങേ തലയ്ക്ക് പൂത്ത കൊമ്പിൽ പൂത്ത ഒരു ചെറിയ ഒരു കാന്താരിയാണ്, ഒരു പൂവാണ് പുതിയ കാലത്തെ കവിത എന്നുള്ളതാണ്. അതിന് ഒരുപാട് ആൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കുറച്ച് കവികൾ തീരുമാനിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കവികൾ തീരുമാനിച്ചിട്ട് എഴുതിയല്ല പുതുകവിത, മറിച്ച് പുതിയ കാലം ആവശ്യപ്പെടുകയാണ്. കാരണം ആൾക്ക് സമയമില്ല. അപ്പൊ കുറഞ്ഞ വരികൾ, പിന്നെയോ ഈ പറഞ്ഞ രീതിയിൽ വാക്കുകളും അലങ്കാരങ്ങളും നാനാർത്ഥങ്ങളും പര്യായങ്ങളൊന്നും നോക്കിയിട്ട് ആൾക്ക് പിന്നെ കാവ്യം ആസ്വദിക്കാനുള്ള സമയമില്ല. അതുകൊണ്ടൊരു കാലമാണ് പുതിയ കാലത്തെ കവിത സംജാതമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വൈകാതെ ഇപ്പൊ അക്കാഡമിക്കായിട്ട് സർവകലാശാലയിലൊക്കെ പഠിക്കാൻ ഇടുന്നുണ്ട്, അവാർഡ് പരീക്ഷ പേപ്പർ എഴുതുന്നുണ്ട്. അതുകൊണ്ട് പുതിയ കവിത ഈ പറയുന്ന സാഹിത്യത്തിന്റെ കലാമാനദണ്ഡം വെച്ച് വിലയിരുത്തുന്ന ആളുകൾ അംഗീകരിച്ചില്ലെങ്കിലും, അല്ലെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അംഗീകരിച്ചില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജനങ്ങൾക്കിടയിൽ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അങ്ങനെ ഏറ്റവും പുതിയ സമാഹാരം വന്നു. നീ മരിച്ചാൽ അല്ലെ ഞാൻ എനിക്ക് നീ മരിക്കുന്നില്ല. അതിനു മുമ്പ് ഓരോ വെടിയുണ്ടെയും ഒരാൾക്കൂട്ടമാണ്. അതെ അതെ, ഒറ്റക്കിരിക്കുന്നു. പിന്നെ മൊത്തത്തിലുള്ള ഒരു കാവ്യ സമാഹാരം കടലൂർ കവിതകൾ. പ്രധാനമായിട്ടും കവിതകൾ ഈ രീതിയിലാണ് സമാഹരിക്കപ്പെട്ടത്. നമ്മള് അങ്ങയുടെ എഴുത്തു വഴികളിലൂടെയാണ് ഇത്രയും നേരം സഞ്ചരിച്ചത്. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വരികളുടെ കടലൂരിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വരകളുടെ കടലൂർ. ഒരുപക്ഷെ മാഷ് എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകങ്ങൾ, അവർക്ക് പലപ്പോഴും അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിലെ പല ചിത്രങ്ങളും വരച്ചിരിക്കുന്നത് സോമൻ കടലൂരാണ്. ഇപ്പോഴും പുതിയ ഇറങ്ങാൻ പോകുന്ന പാഠപുസ്തകത്തിലും ഈ വർഷം ഇറങ്ങിയ പാഠപുസ്തകത്തിലും ഒക്കെ അങ്ങയുടെ ചിത്രങ്ങളുണ്ട്. ചിത്രകല പഠിച്ചിട്ടുണ്ടോ? ചിത്രകല ഞാൻ പഠിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചിത്രകലയോടുള്ള താല്പര്യം കൊണ്ട് വരച്ച് അങ്ങനെ ഒരു വരയുടെ ഒരു അന്തരീക്ഷത്തിൽ എത്തിയതാണ്. അപ്പൊ ഞാന് ഒരുപക്ഷെ എഴുതുന്നതിന് മുമ്പ്, കവിത എഴുതുന്നതിന് മുമ്പേ ഒരു 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ചിത്രമായിരുന്നു വരച്ചത്. മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ടായിരുന്നു. ഇന്നത്തെ ഈ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ എന്റെ തൊട്ടടുത്ത ക്ലാസ് പഠിച്ച ഒരാളാണ്. അപ്പൊ ഞങ്ങളാണ് പലപ്പോഴും ഈ പെൻസിൽ ഡ്രോയിങ്ങിനും കാർട്ടൂണിനും ഒക്കെ ഫസ്റ്റ് സെക്കൻഡ് മിക്കവാറും ഫസ്റ്റ് ഗോപികൃഷ്ണൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ചിത്രത്തിനെ പഠിക്കാതെ തന്നെ ചിത്രം നമ്മുടെ ഒരു ഹോബി പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ വെച്ചാൽ പാഠപുസ്തകങ്ങളിൽ ഇപ്പൊ 9-ാം ക്ലാസ് പാഠപുസ്തകത്തിന്റെ കവർ ഞാൻ വരച്ചാണ്, മലയാളം പാഠപുസ്തകത്തിന്റെ കവർ വരച്ചാണ്. അതിൽ ധാരാളം കഥകളുണ്ട്. ഇപ്പൊ KP രാമനുണ്ണിയുടെ അച്യുതമാമ എന്ന് പറഞ്ഞ ശ്രദ്ധേയമായ കഥയുണ്ട്. ആ കഥയ്ക്ക് വരച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ആ കഥയ്ക്ക് പുതിയൊരു ടെക്സ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവരുടെ ഭാവനയ്ക്ക് തടസ്സം നിൽക്കാത്ത രീതിയിൽ ഒരു പുതിയ ടെക്സ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. കഴിഞ്ഞ വർഷത്തിലെ 6-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ചിത്രം വരച്ചിട്ടുണ്ട്, 8-ാം ക്ലാസ് വരച്ചിട്ടുണ്ട്. അംബികാസുധ മാങ്ങാടിന്റെ 2 മത്സ്യങ്ങളുടെ ഒക്കെ. അപ്പൊ ഏത് സ്കൂളിൽ പോയി കഴിഞ്ഞാലും കുട്ടികൾ എന്താ വെച്ചാൽ ഈ 2 മത്സ്യങ്ങൾ വരച്ച ഒരാള് എന്ന രീതിയിലാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ P സുരേന്ദ്രന്റെ അമ്മമ്മ എന്ന് പറഞ്ഞ കഥയ്ക്ക് വരച്ചിട്ടുണ്ട്. അതുപോലെ 7-ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ നമ്മുടെ കുരിപ്പോൾ ശ്രീകുമാറിന്റെ ഫാത്തിമത്തുരുത്ത് കഥയ്ക്ക് വരച്ചിട്ടുണ്ട്, കവിതയ്ക്ക് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന മാറുന്ന 10-ാം ക്ലാസ്സിൽ വരാൻ പോകുന്നുണ്ട്. ഹയർ സെക്കൻഡറി ക്ലാസ്സിലുണ്ട്. സെക്കൻഡ് ഇയറിൽ കിരാതവൃത്തത്തിൽ ഞാനാണ് വരച്ചത്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ പ്രകാശം ചെല്ലുമ്പോൾ അവകാശങ്ങളുടെ പ്രശ്നം പത്മരാജിന്റെ കഥയ്ക്ക് വരച്ചിട്ടുണ്ട്. അതുപോലെ കാവാൽ നാരായണ പണിക്കരുടെ നാടകത്തിലുണ്ട് അഗ്നിവർണ്ണന്റെ കാലുകൾ. അങ്ങനെ പാഠപുസ്തകത്തിലൂടെ എന്താണ് അതൊരു ചിത്ര പ്രദർശനം തന്നെയാണ്. അങ്ങനെ വരകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ സാധാരണ ചിത്രകലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രേഖകൾ കൊണ്ടുള്ള ഒരു വിസ്മയമാണ്. അതെ അതെ അതെ, അത് ഞാൻ ഈ നിഷ്കളങ്കമായിട്ടുള്ള ഗോത്രവർഗ രേഖ എന്ന് സ്വീകരിച്ചാണ്. ഇപ്പൊ ഗോത്രവർഗ അല്ലെ ട്രൈബൽ ആർട്ട് എന്ന് പറയുന്നത്, അല്ലെ നീഗ്രോ ആർട്ട് എന്ന് പറയുന്നത്
അവർക്ക് ഈ അനാട്ടമി ഒന്നും വലിയ പ്രശ്നമല്ല. ഇപ്പൊ ചിത്രകല പഠിക്കാതെ എനിക്ക് ഈ അനാട്ടമി ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ ഈ ഗോത്രവർഗ കല എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെ മാന്യം എങ്ങനെയും വരയ്ക്കാം, മനുഷ്യനെ എങ്ങനെയും വരയ്ക്കാം. പക്ഷെ അത് പ്രാക്തനമായ നമ്മുടെ ഗുഹാചിത്രം മുതൽ ഇങ്ങി വരെയുള്ള മനുഷ്യന്റെ കോശത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സംഗീതം പോലെ തന്നെ ചിത്രവും. അപ്പൊ ആ ഒരു പിന്നെ ചിത്ര പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാണ് പലപ്പോഴും ആർട്ട് പഠിച്ച ആളുകൾ ചോദിക്കും ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വരക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ പലപ്പോഴും ചോദിക്കാറുള്ളത്. അതായത് കവിതയിൽ അങ്ങ് ഉപയോഗിച്ച അതേ ആ പാരമ്പര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു രീതി തന്നെയാണ് ഇവിടെയും നമ്മുടെ പരമ്പരാഗത ചിത്രകലയിൽ വ്യത്യസ്തമായിട്ട് ഉപയോഗപ്പെടുത്തൽ നടത്തി. അതെ അതെ അല്ലെ, അതെ. അതോടൊപ്പം തന്നെ വെച്ചാൽ ധാരാളം പ്രസിദ്ധമായ കൃതികൾക്ക് വരയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബെന്യാമിന്റെ ഒരു പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ മോഹൻകുമാറിന്റെ ഉഷ്ണരാശി എന്ന് പറഞ്ഞ വയലാർ അവരുടെ നോവലിൽ വരച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചെയ്തതിന്റെ ഹരിതരാമായണത്തിന് വരച്ചിട്ടുണ്ട്. പിന്നെ പുതിയ അങ്ങയുടെ തന്നെ പബ്ലിക്കേഷൻ പ്ലാവില പ്രസിദ്ധീകരിക്കുന്ന കുറെ പുസ്തകങ്ങൾക്ക് അങ്ങയുടെ ചിത്രങ്ങൾ. അതെ 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 അതെ. ഞാൻ മിക്കവാറും എന്റെ ഒരു പുസ്തകത്തിനൊക്കെ ഞാൻ തന്നെയാണ് വരയ്ക്കാറുള്ളത്. കടലൂർ കവിതകൾ 100 ചിത്രങ്ങളുണ്ട്. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പുസ്തകത്തില് അതിൽ 100 ചിത്രങ്ങളുണ്ട്. 100 ചിത്രങ്ങളും കൂടിയിട്ടുള്ള ചിത്രങ്ങളും കുറിപ്പുകളും കൂടിയിട്ടുള്ള ഒരു പ്രത്യേക പുസ്തകമാണ്. അതെ, അതിനൊരു ആസ്വാദകരുണ്ട്. എല്ലാ ആസ്വാദകരും ആർട്ട് ഗാലറി പോയി ചിത്രം ആസ്വദിക്കുന്ന ആളുകളല്ല. അപ്പൊ ഈ പ്രിന്റ് മീഡിയയിൽ എന്ത് ചെയ്യുന്നു, ഒരു പേജില് ഒരു ചിത്രം വെക്കുന്ന സമയത്ത് നമുക്കത് ഒരു ആർട്ട് ഗാലറിയാണ്, സഞ്ചരിക്കുന്ന ആർട്ട് ഗാലറിയാണ്. അപ്പൊ ആസ്വാദകർക്ക് ഇടയിലേക്ക് എന്താണ് ഈ ചിത്രം സഞ്ചരിക്കാനുള്ള ഒരു വഴി അതിലൂടെ തെളിഞ്ഞു കിട്ടുന്നുണ്ട്. ഇപ്പോഴും സജീവമായിട്ട് ചിത്ര പ്രദർശനങ്ങളോ അല്ലെങ്കിൽ അത് രീതിയിലുള്ള പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ടോ? ചിത്ര പ്രദർശനം കൂടുതലായിട്ട് ഞാൻ അങ്ങനെ നടത്തിയിട്ടില്ല. മറിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രിന്റ് മീഡിയയോട് ചേർന്നുകൊണ്ട് ധാരാളം എഴുത്തുകാര് നമ്മളോട് വരയ്ക്കാൻ. ഇപ്പൊ MS മനീഷിന്റെ ജല നിർഭര യാത്രകൾ കവറുകൾ വരയ്ക്കാൻ അല്ലേ, അതിന്റെ കവറുകൾ വരയ്ക്കുന്നുണ്ട്, അതിന് ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്, രേഖാചിത്രണം ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ചിത്രം എന്ന് പറയുന്നത് ഇപ്പോഴും ജീവിതത്തിന്റെ ഭാഗമായിട്ട് കവിതയോടൊപ്പം തന്നെ ചേർത്ത് പിടിച്ചതാണ്. അതെ അതെ അതെ. ഈ വാക്കിൽ പറയാൻ പറ്റാത്തത് വരയിൽ പറയാൻ പറ്റാത്ത കാര്യം വാക്കിലൂടെയും ആവിഷ്കരിക്കുന്നു മാത്രം. അത്രേ ഉള്ളൂ. അത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ പോലെ അങ്ങയോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഭാഷണ രംഗത്തും ഇന്ന് സജീവമാണ്. ഒരുപക്ഷെ വടക്കൻ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൂടുതലും വടക്കൻ കേരളത്തിൽ സജീവമായിട്ട് പ്രഭാഷണ വേദികളിൽ ഇന്ന് സജീവമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അതെ അതെ. പ്രഭാഷണ കലയും. അതെ അതെ. പ്രഭാഷണ കല എന്ന് പറഞ്ഞത് പഴയ കാലത്തെ പ്രസംഗത്തിൽ നിന്ന് വലിയ മാറ്റമാണ് പുതിയ കാലത്ത് വന്നിട്ടുള്ളത്. പണ്ട് നമുക്കറിയാം, എന്താ പറയാ, വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് വലിയ ആശയങ്ങൾ വലിയ ഇന്ന് അവരുടെ ഭാഷയില് ഏറ്റവും സുതാര്യമായി, ഏറ്റവും ലളിതമായി, ഏറ്റവും സരളമായി ഈ ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു പ്രസംഗത്തിന് നിലനിൽപ്പുണ്ടാവും. ചെറിയ കവിതകളും കഥകളൊക്കെ ചേർത്തുകൊണ്ട്. കാരണം അവർക്ക് അവരുടെ മനസ്സിന്റെ ഒരു ന്യായീകരണം കിട്ടണം, ഒരു സമാധാനം കിട്ടണം. ഒരു എന്താ പറയാ, ഇങ്ങനെയൊക്കെ എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് അവർക്ക് കേൾക്കണം. അവരെയും കൂടി ചേർത്ത് പിടിക്കുന്ന ഒരാളാവും, ചേർത്ത് നിർത്തണം. പ്രഭാഷകൻ അവരുടെ ഏതോ ഒരാൾ വന്നിട്ട് തിരുവനാടത്തിലൊക്കെ ചെയ്യുന്നത്. അതെ 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 അതെ. കുറച്ചുകൂടി മണ്ണിലേക്ക് വന്നു ചേർന്നു, കുറച്ചുകൂടിയും ജനങ്ങൾക്കിടയിലേക്ക് പ്രഭാഷകർ. അപ്പൊ പഴയ പരിവേഷങ്ങളൊന്നുമില്ല. വലിയൊരാള് വന്നു വലിയ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നല്ല. തങ്ങൾക്കിടയിൽ ഒരാള് കുറച്ചുകൂടിയും എന്താണ് തങ്ങളോടൊപ്പം നിന്ന് സംസാരിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ നാടൻ ഉദാഹരണങ്ങൾ എടുക്കും, നാട്ടുഭാഷ എടുക്കും. ഇപ്പൊ പല ആളുകളും ഇങ്ങനത്തെ ഉണ്ട്. ഇപ്പൊ സുരേഷ് ബാബു മാഷൊക്കെ നാടൻ രീതിയിലാണ് സിനിമാ പാട്ടൊക്കെ ആയിട്ട്. സുനിൽ മാഷ് സുൽപ്പിയുടെ പോലും എന്താണെന്ന് വെച്ചാല് പഴയ കാലത്ത് പ്രസംഗിച്ച പോലെയല്ല ഇപ്പൊ. അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്, ലളിതമായ ഉദാഹരണം പറയുന്നുണ്ട്. വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നെങ്കിൽ വളരെ ലളിതമായിട്ട് വളരെ സരളമായിട്ട് ആശയവിനിമയത്തിന്റെ വലിയ പ്രഹരശേഷിയോട് കൂടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ജനകീയമായി പ്രസംഗം കവിത പോലെ തന്നെ, കഥ പോലെ തന്നെ, സാഹിത്യം പോലെ തന്നെ, എല്ലാ കലയും പോലെ തന്നെ പ്രസംഗവും ജനകീയമായി തീർന്നു. ഈ വടകര സ്ലാങ് അത് ഒരു പക്ഷേ പ്രത്യേകിച്ച് അങ്ങോട്ടൊക്കെ പോകുന്ന അവർക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. ഞാൻ തന്നെ അങ്ങയുടെ പ്രഭാഷണം കേട്ട പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാഷിന്റെ ആ സംസാരമാണ് കുറച്ചും കൂടി പ്രത്യേകിച്ച് വടകര ഭാഷയുടെ ഒരു സൗകുമാര്യത ഉണ്ടല്ലോ. അതെ, അതിപ്പോ കാസർഗോഡും തൃശ്ശൂരൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ വടകരക്കാർക്കൊന്നും നമ്മളെ സംസാരം ഒരുപക്ഷെ അങ്ങനെ ആ ഒരു നാടോടി ഭാഷയുടെ നാട്ടുഭാഷയുടെ ഒരു അനുഭവം കിട്ടിയത് വരില്ല. മറ്റു ദേശത്ത് തിരുവനന്തപുരത്തും ദേശത്തിൽ നിന്ന് നിങ്ങൾ ഈ മാനക ഭാഷയെ പറയണ്ട, നിങ്ങളെ ഭാഷ പറഞ്ഞാൽ മതി. തൃശ്ശൂർക്കാർ നിങ്ങളെ ഭാഷ പറഞ്ഞാൽ മതി, കാസർഗോഡുള്ള ആള് നിങ്ങളെ ഭാഷ പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് എന്താ വെച്ചാല് അവര് അത് തന്നെ ഒരു പുതുമയാണ്. നമ്മൾ ഇന്നസെന്റ് ഭാഷ, മാമുക്കയുടെ ഭാഷ ഒക്കെ സ്വീകരിക്കുന്ന പോലെ അത് പ്രഭാഷണത്തിൽ നായനാർ അത് അയാൾ മുഖ്യമന്ത്രി ആയാലും അയാളെ പോയി കഴിഞ്ഞാലും അയാൾ കണ്ണൂർ ഭാഷ വിടൂല. കാരണം അയാള് അദ്ദേഹത്തിന്റെ വീടാണ് അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. ഉണ്മയുടെ പാർപ്പിടാണല്ലോ ഭാഷ എന്ന് പറയുന്നത്.
അയാൾ എന്താണോ അതാണ് അയാൾ. അപ്പൊ അത് നമ്മൾ മറ്റൊരു ഭാഷയിലേക്കോ അല്ലെ മാനവ ഭാഷയിലേക്കോ മാറുമ്പോൾ പലതും ചോർന്നു പോകുന്നുണ്ട്. ആ ചോർന്നു പോകാതിരിക്കുന്ന ഒരു രീതിയാണ് ഈ നാടോടി ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. എന്നാൽ എല്ലാ ആളുകൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, തനി നാടോടി ആകാൻ പാടില്ല. അതെ അതെ. ഈ രീതിയിലാണ് നമ്മുടെ സംസാര ഭാഷയിലൊക്കെ പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അങ്ങയുടെ അങ്ങ് ഡോക്ടറേറ്റ് ഒക്കെ നേടിയത് ഫോക്ലോറിലാണ്, ജനപദ വിജ്ഞാനത്തിലാണ്. അതും ഒരുപക്ഷെ ഈ ഒരു പ്രഭാഷണ കലയിൽ ഈ ഒരു രീതി സഹായിച്ചിട്ടുണ്ടാവും. അതെ, അത് നാടോടി വിജ്ഞാനത്തിൽ ഞാൻ PG കഴിഞ്ഞാണ്. എന്റെ PhD എന്ന് പറയുന്നത് ചിത്രകലയിൽ. അത് നാടോടി വിജ്ഞാനത്തിൽ PG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു PG കഴിഞ്ഞു, 1-ാം റാങ്കോട് കൂടി PG കഴിഞ്ഞാണ്. അപ്പൊ അത് നമുക്ക് ഈ നോവലിന്റെ അന്വേഷണത്തിലേക്കും നമ്മുടെ സംസാരത്തിലേക്കും നമ്മുടെ കവിത തന്നെ ധാരാളം എന്താ പറയാ പഴഞ്ചൊല്ലും കടങ്കഥയൊക്കെ അല്ലെങ്കിൽ നാടോടി ഭാഷയൊക്കെ നാടോടി പാട്ടുകളൊക്കെ എന്താണ് എന്റെ കവിതയിലേക്ക് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അത് അത്ര വീര്യമുണ്ട്, കാരണം തേച്ച് മിനുക്കിയെടുത്താണ്. കാരണം ആശയവിനിമയത്തിന്റെ വലിയ തലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതാണ് ഈ നാടോടിയായിട്ടുള്ള സംഭവം. അത് നമ്മുടെ ആധുനികമായ കലയിലേക്ക് ചേർക്കുമ്പോൾ അതിന് വലിയ വീര്യം, വലിയൊരു എന്താ പറയാ ശക്തി കിട്ടുമെന്ന് പഠിപ്പിച്ചത് ഈ നാടോടി വിജ്ഞാനമാണ്, ഫോക്ലോറാണ്. കുടുംബവിശേഷങ്ങൾ എന്ന് പറയാൻ എന്റെ ഭാര്യ ഹയർ സെക്കൻഡറി ടീച്ചറാണ്, പേര് ഗീത എന്നാണ്. പിന്നെ മകള് ഒരാളിപ്പം B.Ed വിദ്യാർത്ഥിനിയാണ്, ബോട്ടണി കഴിഞ്ഞിട്ട് നാച്ചുറൽ സയൻസിൽ B.Ed വിദ്യാർത്ഥിയാണ്. പേര് പ്രിയംവദ എന്നാണ്. മറ്റേ രണ്ടാമത്തെ മകള് പേര് ഋതുവർണ എന്നാണ്. അവള് BA മലയാളത്തിന് 1-ാം വർഷം BA മലയാളത്തിനാണ്. പിന്നെ അച്ഛനുണ്ട്. നിങ്ങളുടെ പാതയിൽ തന്നെ അല്ലേ അധ്യാപനത്തില് മലയാളത്തിന്റെ ഒരു താല്പര്യമുണ്ട് അതിലേക്ക് വന്നത്. പിന്നെ അച്ഛനുണ്ട്. അച്ഛന്റെ പേര് ഗംഗാധർ എന്നാണ്, അമ്മയുടെ പേര് സുമതി എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ കുടുംബമായിട്ട് ഇങ്ങനെ കഴിയുന്നു. അപ്പൊ തീർച്ചയായിട്ടും മാഷുടെ കവിതകളിൽ അധികം ഓണക്കവിതകളൊന്നും ഇല്ല, എങ്കിലും 1-2 ഓണക്കവിതകളുണ്ട്. ഓണത്തെ, പുതിയ കാലത്തെ ഓണത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുന്ന 1-2 കവിതകളുണ്ട്. ആ കവിതകൾ ചൊല്ലി നമുക്ക് ഈ ഹ്രസ്വമായ കൂടിച്ചേരാൻ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പൊ ഈ ചെറിയൊരു സമയത്ത് അങ്ങയുടെ കലാവഴികളിലൂടെ, എഴുത്തുവഴികളിലൂടെ, വരകളുടെ വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഏതായാലും അങ്ങ് എഴുതിയ 1-2 ഓണക്കവിതകളുണ്ട്. അത് ഓണത്തെ പുതിയ കാലത്തോട് കൃത്യമായിട്ട് സംവദിക്കുന്ന ഓണക്കവിതകളാണ്. ആ കവിതകൾ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ തോന്നും. മലയാളിയുടെ ഹൃദയാവിഷ്കാരമായ ഓണത്തെ പറ്റി 1-2 കവിതകളല്ല, കുറെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഈ സന്ദർഭത്തിൽ ഒരു കവിത മാത്രം ഞാനിവിടെ വായിക്കാം. ഈ കടലൂർ കവിതകൾ എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിലാണ് ഈ കവിത ഉള്ളത്. കവിതയുടെ പേര് ഓണമേ എന്നാണ്. എത്ര കവിതകൾ, അതിലും എത്രയോ പാട്ടുകൾ, അതിലും എത്രയോ വാഴ്ത്തുകൾ, അതിലും എത്രയോ കഥകൾ, അതിലും എത്രയോ ചരിത്രങ്ങൾ, അതിലും എത്രയോ പഠനങ്ങൾ, അതിലും എത്രയോ പാഠങ്ങൾ പ്രിയപ്പെട്ട ഓണമേ നിന്നെപ്പറ്റി ഉണ്ടായി. എന്നിട്ടും പകർന്നില്ല മാവേലിപ്പൊരുൾ, നിവർന്നില്ല വാമനച്ചുരുൾ. എന്നിട്ടും പകർന്നില്ല മാവേലിപ്പൊരുൾ, നിവർന്നില്ല വാമനച്ചുരുൾ. ഓണമേ എന്ന കവിതയാണ് നമ്മൾ കേട്ടത്. മറ്റൊരു കവിത കൂടി തീർച്ചയായിട്ടും കേൾക്കണമെന്ന് താല്പര്യമുണ്ട്. നല്ലോണം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. വരും വരാതിരിക്കില്ല പൂക്കൾ തമിഴകത്ത് നിന്ന്, അരി ആന്ധ്രയിൽ നിന്ന്, പഴങ്ങൾ അറേബ്യയിൽ നിന്ന്. ലോറി കയറി കോഴി വരും, ചുരമിറങ്ങി പച്ചക്കറി വരും, ചാനൽ നിറഞ്ഞ് താരങ്ങൾ വരും. ഈ റോഡിൽ നിന്ന് കോടി, മാർക്കറ്റിൽ നിന്ന് ഓഫർ. വരും വരാതിരിക്കില്ല പരദേശത്ത് നിന്ന് ബന്ധുക്കൾ, പാതാളത്തിൽ നിന്ന് പ്രിയപ്പെട്ട മാവേലി. വരുന്നില്ല പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നല്ലോണം, വരുന്നില്ല പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നല്ലോണം. ഉള്ളിന്റെ ഉള്ളിൽ നല്ലോണം വരുന്നൊരു കാലം സ്വപ്നം കാണുന്ന കവി. തീർച്ചയായിട്ടും ആ സ്വപ്നം യാഥാർത്ഥ്യമാവുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും എന്ന് ഈ ഓണക്കാലത്തും നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. മുഴുവൻ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ, നന്മയുടെ, സമൃദ്ധിയുടെ, സമത്വത്തിന്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ സ്നേഹ സൗഹൃദ സംവാദം ഇവിടെ അവസാനിക്കുന്നു. സന്തോഷം. നന്ദി, നമസ്കാരം.